അമേരിക്കയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള USS അബ്രഹാം ലിങ്കൺ നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നത്. നടുക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. അമേരിക്ക തകർന്ന് തരിപ്പണമാവുന്നു എന്നാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഇസ്രയേലിനും സപ്പോർട്ടല്ല, അമേരിക്കക്കും സപ്പോർട്ടല്ല, ഇറാനിനും സപ്പോർട്ടല്ല. കാരണം ഈ മൂന്ന് രാജ്യങ്ങളിലും മരിച്ചു വീഴുന്നത് സാധാരണക്കാരായ ഒരു തെറ്റും ചെയ്യാത്ത ജനങ്ങളാണ്. അപ്പോൾ മിഡിലിൽ നിൽക്കുകയാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഞങ്ങളാണ് ലോകത്ത് നമ്പർ 1 എന്ന് പറയുന്ന അമേരിക്ക കരയുന്നു എന്ന നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. നമുക്കാദ്യം ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അമേരിക്കയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള USS അബ്രഹാം ലിങ്കൺ നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരുന്നത്. ഏതാണ്ട് 90 യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള 5000-ഓളം അമേരിക്കൻ സൈനികർ ഉൾപ്പെടുന്ന ഏത് മേഖലയിൽ ചെന്നും സുരക്ഷിതമായി തിരികെ വരാൻ കഴിയുമെന്ന് അഭിമാനപൂർവ്വം അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്ന നെവർ പെരിഷ്, ഒരിക്കലും നശിക്കാത്ത അബ്രഹാം ലിങ്കന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു വാചകമാണ് ആ കപ്പലിനെ വർണ്ണിക്കാനും വിശേഷിപ്പിക്കാനും അമേരിക്ക ഉപയോഗിക്കുന്നത്. ഒരിക്കലും നശിക്കാത്ത ഒരു കപ്പൽ എന്നാണ് USS അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാനുള്ളത്. ആ USS അബ്രഹാം ലിങ്കൺ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായി ഏതാണ്ട് 3-4 മാസം കടലിൽ ഒരു തരത്തിലുമുള്ള റീഫ്യൂലിംഗും ആവശ്യമില്ലാത്ത, ഒരു തരത്തിലുമുള്ള സ്വതന്ത്രമായി അതിന് നിൽക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പലിന് നേരെ 4 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു എന്നുള്ള അവകാശവാദമാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ അഭിമാനത്തിനേറ്റ ക്ഷതമാണ്. സ്വന്തം നാട്ടിൽ ഡൊണാൾഡ് ട്രംപിന് കണക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. 3 അമേരിക്കൻ സൈനികരെ ഈ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപിന് പറയേണ്ടി വരും. ഏതായാലും ഇതൊക്കെ തന്നെ സ്വന്തം നാട്ടിൽ ഡൊണാൾഡ് ട്രംപിന് കണക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പിന്നെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുകയും അമേരിക്കയെ സ്വാധീനിച്ചും ഈ ആക്രമണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ലോകത്ത് നമ്പർ 1 ഞങ്ങളെന്ന് പറയുന്ന അമേരിക്കക്ക് ഇതെന്താണ് പറ്റിയത്? അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കുന്നു എന്നാണ് കേട്ടത്. ഒരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട്. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കേൾക്കണം. അതായത് ഇന്നലെ വരെ ഞാനും നിങ്ങളും കേട്ടത് ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു, ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇറാന് വധിച്ചു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. പക്ഷെ അത് AI വീഡിയോ അങ്ങനെയൊക്കെയാണ് കുറേ പേര് പറഞ്ഞത്. എന്നാൽ ഇന്നലെ നടുക്കുന്ന ഒരു ബെഞ്ചമിൻ നെതന്യാഹു പ്രസ് മീറ്റ് ചെയ്തു എന്ന ഒരു വീഡിയോ വരികയാണ്. ആ വീഡിയോ ക്ലിയറായി കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ബെഞ്ചമിൻ നെതന്യാഹു അല്ല, AI നിർമ്മിച്ചിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ സംസാരിച്ചത് എന്നാണ്. ആ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പരിക്കേറ്റ് നല്ല വലിയൊരു ഹോസ്പിറ്റലിലാണെന്നാണ് നമുക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു ആണ് സംസാരിച്ചത് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കാണണം. അതിലുള്ളത് 6 കൈയാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത് 5 കൈയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെടുകയോ സീരിയസ്ലി ഇഞ്ചേർഡ് ആണെന്നോ ഉള്ള വാർത്തകൾ ഒരുപാട് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി നെതന്യാഹുവിന്റെ ഒരു ട്വീറ്റ് പോലും വന്നിട്ടില്ല. എന്നാൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടു എന്ന വാദത്തിന്റെ ശക്തി കൂട്ടുന്നതായിരുന്നു. ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ബെഞ്ചമിൻ നെതന്യാഹുവിന് 6 വിരലുകൾ, ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചിരിക്കുമ്പോഴും പല്ലുകൾ വ്യക്തമായി കാണാൻ കഴിയുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്, ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണ്? ഇറാൻ സുപ്രീം ലീഡറായിരുന്ന ആയത്തുള്ള അലി ഖമീനിയുടെ കൊലപാതകത്തിന് ഇറാൻ പകരം വീട്ടാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. അതായത് ഈ പറയുന്ന ഇസ്രായേലിലും അമേരിക്കയിലും നിരവധി പേർ മരിച്ചു വീഴുന്നുണ്ട്. മറ്റേ ഇറാനിലും മരിച്ചു വീഴുന്നുണ്ട്. പക്ഷേ ഇറാനിൽ മരിച്ചു വീഴുന്നത് ക്ലിയറായി കൃത്യമായിട്ട് വാർത്ത നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് 500 പേര് മരിച്ചു, 300 പേര് മരിച്ചു എന്ന്. നേരെ മറിച്ചിട്ട് ഇസ്രായേലിലും അമേരിക്കയിലും മരിച്ചു പോകുന്നവരുടെ എണ്ണം ക്ലിയറായി കൃത്യമായിട്ട് തരുന്നില്ല എന്നാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനോട് പറയുകയാണ്, 1000 പേര് മരിച്ചെങ്കിൽ ഒരുത്തൻ മരിച്ചു എന്ന് വാർത്ത കൊടുത്താൽ മതി. 100 കെട്ടിടം തകർന്നു എന്നറിയുമ്പോൾ 1 കെട്ടിടം തകർന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മറ്റൊരു നടുക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിൽ എന്തെങ്കിലും ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ടെങ്കിൽ, യുദ്ധപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഇരിക്കേണ്ടതാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ നോക്കണം. അവിടെ നെതന്യാഹു ഇല്ല. ഇത് ചൂണ്ടിക്കാണിച്ചത് ഇറാനിൻ്റെ മുഖ്യധാര സൈറ്റാണ്. ഇറാനിൻ്റെ മുഖ്യധാര സൈറ്റിൽ നിന്ന് വന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. നിങ്ങൾ ക്ലിയറായി കൃത്യമായിട്ട് കാണണം. ഓക്കെ,
המאבק העולמי והאזורי מול איראן, אותו מובילים נשיא ארצות הברית דונלד טראמפ וראש ממשלת ישראל בנימין נתניהו, עולה מדרגה ונכנס לישורת ההכרעה שתימ... അതായത് നെതന്യാഹു ഇല്ല, നെതന്യാഹു എവിടെ എന്നാണ് കുറേ പേര് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഓടിയെത്തുന്നതാണ്. നെതന്യാഹു ആണ് നേതൃത്വം കൊടുക്കുന്നത്. ഇതിന് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിവരം, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ട് നെതന്യാഹുവിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ ഞങ്ങൾ ഒളിച്ചു വെക്കുന്നതാണ്. അതായത് ബങ്കറിനുള്ളിലാണ് ബെഞ്ചമിൻ നെതന്യാഹു, അല്ലാതെ വേറൊന്നും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഓക്കെ, ഒരു പെൺകുട്ടിയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. നമുക്ക് എന്തായാലും എന്താണ് ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് എന്താണ് പ്രശ്നം? നോക്കൂ, ഇന്ത്യയിൽ LPG പ്രതിസന്ധി അതിരൂക്ഷമായി കഴിഞ്ഞു. ജനങ്ങള് നട്ടം തിരിയാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാതെ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം വെറുതെ നോക്കി നിൽക്കാനും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഗ്യാസ് പ്രതിസന്ധിയിൽ ഹോട്ടലുകൾ വ്യാപകമായി അടച്ചുപൂട്ടുന്നുണ്ട്. നാട്ടിലെ വിഭവങ്ങൾക്ക് വില കൂടുന്നുണ്ട്. അവശ്യ സാധനങ്ങൾ പൂഴ്ത്തിവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പലയിടത്തും ബ്ലാക്ക് മാർക്കറ്റ്സ്, കരിഞ്ചന്തകൾ എമേർജ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അവിടെയും സംഘർഷങ്ങൾ ഉണ്ടാവും. വ്യവസായശാലകളാണെങ്കിലും ഓഫീസുകളാണെങ്കിലും ഇപ്പോഴേ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ വർധനം ഉണ്ടാകുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില സ്വാഭാവികമായിട്ടും ഉയരുകയും ചെയ്യും. ഓഹരി വിപണിയിലാണെങ്കിൽ ഡോളറിനെതിരെ രൂപ തകർച്ചയുടെ റെക്കോർഡിലെത്തുകയാണ്. നോക്കൂ, ബോംബുകളും ഉപരോധങ്ങളും കൊണ്ട് ജനാധിപത്യം കൊണ്ടുവരാൻ എവിടെയും കഴിയില്ല. സാമ്രാജ്യത്വം മനുഷ്യാവകാശങ്ങളുടെ പേരിലായിരിക്കും യുദ്ധം തുടങ്ങുക. പക്ഷേ അവസാനിക്കുമ്പോൾ മനുഷ്യാവകാശങ്ങളെയാണ് നശിപ്പിക്കുക. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മറ്റൊരു രാജ്യത്തിന്റെ അധിനിവേശത്തിലൂടെ സംരക്ഷിക്കാൻ കഴിയില്ല. സാമ്രാജ്യത്വത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സമാധാനമല്ല. ഓക്കെ, ഈ പെൺകുട്ടി ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? ഇപ്പോൾ ഇസ്രയേൽ ആകട്ടെ, അമേരിക്ക ആകട്ടെ, ഇറാൻ ആകട്ടെ, നമ്മുടെ ഇന്ത്യയെ എന്തുകൊണ്ടാണ് തൊടാൻ വരാത്തത് ഈ പറയുന്ന പാകിസ്ഥാൻ? അതിനുള്ള ഉത്തരം ഒരു ചെറുപ്പക്കാരൻ തരുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇന്ന് അമേരിക്കയും ഇസ്രായേലും ഇറാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും സേഫ് ആയിട്ടിരിക്കാനുള്ള കാര്യം എന്നറിയോ? അമേരിക്ക ആയാലും നോർത്ത് കൊറിയ ആയാലും നമ്മളെ തുടർന്ന് ഭയക്കും. അതിന് കാരണക്കാരനായത് ആരെന്നറിയോ? മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം സർ. പുള്ളിയുടെ വിഷണറി കൊണ്ടുണ്ടാക്കിയ ആഗ്നി 5 ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ മിസൈലിന് 30,000 km/h വേഗതയിൽ സഞ്ചരിച്ച് തൊട്ടടുത്തുള്ള എല്ലാ രാജ്യങ്ങളെയും നിമിഷങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ബട്ടൺ ഞെക്കിയാൽ മതി ചൈനയിൽ വെറും 5 മിനിറ്റിൽ സഞ്ചരിച്ചെത്താനും അമേരിക്കയിൽ വെറും 30 മിനിറ്റിലെത്തി അവിടെ എല്ലാം നശിപ്പിച്ചു കളയും. ഇത്രയും ദിവസമൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു അല്ലെ? പക്ഷേ ഇന്ന് യുദ്ധങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് ഇതിനെക്കുറിച്ചുള്ള വില മനസ്സിലായത്. എനിവേസ്, എ ഹ്യൂജ് റെസ്പെക്ട് ടു അവർ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ആൻഡ് വി ഷുഡ് ബി വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഓക്കെ, അതായത് പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ടാണ് നമ്മൾ വിജയിച്ചത്. ഓക്കെ, APJ അബ്ദുൽ കലാമിന് ഞാനും ഒരു ബിഗ് സല്യൂട്ട്. അതായത് നമ്മളെ പിന്നെ ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു വലിയൊരു രാജ്യം ആരും ആക്രമിക്കാൻ ഇന്ത്യയെ വരില്ല. കാരണം ഇന്ത്യയുടെ കയ്യിൽ അത്രയും സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ യുദ്ധപരമായിട്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.